എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഞാൻ പറയുന്ന കാര്യം താൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. താൻ കാര്യം പറ. ആമി ചേച്ചി. ആമി ചേച്ചി? എടോ, ആമി ചേച്ചി ഒരു പാവ. അതിന്? അല്ല, ചേച്ചി എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. ഒരു ചേച്ചിയുടെ സ്ഥാനത്തിനപ്പുറം ചേച്ചി എനിക്കൊരു അമ്മയായിരുന്നു. ആയിക്കോട്ടെ, അതിനിപ്പോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. താൻ പറഞ്ഞു എന്നല്ല, അറിയാതെ ആണെങ്കിലും ഞാൻ ചേച്ചിനെ ഇപ്പോൾ ഒരുപാട് നോവിക്കുന്നു എന്നൊരു സംശയം. സംശയം തോന്നിയാൽ അത് പരിഹരിക്കണം. താൻ ആരെ സ്നേഹിക്കണം, ആരെ വെറുക്കണം എന്നൊന്നും ഞാൻ ഇതുവരെ ഉറക്കത്തിൽ പോലും തന്നോട് പറഞ്ഞിട്ടില്ല. ഈ എന്നെ സ്നേഹിക്കണമെന്ന് പോലും. പൂജ, എന്താടോ? താൻ എന്നെ അവോയ്ഡ് ചെയ്യണോ? ഇതെന്താ പുതിയൊരു കണ്ടുപിടുത്തം? പുതിയതല്ല, കുറച്ച് ദിവസമായിട്ട് എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. അതിനിപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തന്റെ തോന്നലുകൾ തന്റേത് മാത്രമല്ലേ. എന്നു മുതലാ അങ്ങനെ ഒരു തീർപ്പുണ്ടായത്? ഞാൻ ഇന്നുവരെ ചിന്തിച്ചിട്ടുള്ളത് തന്നെക്കുറിച്ച് മാത്രമാണ്. തനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത്. വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഞാൻ പറയില്ല, ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ കഴിഞ്ഞില്ലേ പ്രശ്നം? കഴിഞ്ഞിട്ടില്ല. അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഞാൻ തന്നെ മനസ്സിലാക്കുന്ന പോലെ താൻ എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ തനിക്ക് സങ്കടമാവും. തീർച്ചയായും. ഞാൻ തന്നെ മനസ്സിലാക്കുന്നോണ്ടാണല്ലോ എന്റെ വ്യക്തിത്വം പോലും മാറ്റിവെച്ച് ഞാൻ തന്റെ ഭാര്യയായിട്ട് ഇവിടെ ജീവിക്കുന്നത്. മനസ്സിലായില്ല? ഇതിലിപ്പോ പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല. ജീവിക്കാൻ ഒരു കൊതിയില്ലാത്ത എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന താനല്ലേ. അപ്പൊ പിന്നെ അതിന്റെ അർത്ഥം എന്താ? ഞാൻ തന്നെ മനസ്സിലാക്കുന്നു എന്നല്ലേ? താൻ എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത്. തിരിച്ചും അത് തന്നെ തന്നോട് എനിക്ക് പറയാനുള്ളത്. എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത്. പൂജ, ഒരു കാര്യം താൻ മനസ്സിലാക്കണം. എനിക്ക് തന്നെയും വേണം, എന്റെ കുടുംബത്തെയും വേണം. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ തനിക്ക് കഴിയുന്നില്ലെങ്കിൽ ഒഴിവായി തരാൻ ഞാൻ ഒരുക്കാം. പൂജ, പൂജ, എനിക്ക് വേണ്ടി ഒരുപാട് നഷ്ടപ്പെട്ടവനാ താൻ. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും തന്നെ ഞാൻ ഒരുപാട് മിസ്യൂസ് ചെയ്തു. പക്ഷെ എനിക്കങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല പൂജ. എന്നാൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. തന്റെ പഠിത്തം, സ്വപ്നങ്ങള്, ഭാവി എല്ലാം എനിക്ക് വേണ്ടിയല്ലേ താൻ മാറ്റിവെച്ചത്? എടോ, അത് എനിക്ക് തന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നില്ലേ? എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്താതെ ആർക്കും ഒന്നും നേടാൻ കഴിയില്ല. ചെറിയ നഷ്ടങ്ങൾക്ക് പകരം തന്നെ പോലെ വലിയൊരു സൗഭാഗ്യം നീ കിട്ടിയില്ലേ? അത്രയ്ക്കൊക്കെ ഞാൻ അർഹിക്കുന്നുണ്ടോടോ? അർഹതയുടെ തോത് തീരുമാനിക്കണം നമ്മളല്ല, നമ്മളെ സ്നേഹിക്കുന്നവരാ. ഞാൻ തന്നെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും ഒറ്റ നിമിഷം കൊണ്ട് താൻ പറഞ്ഞു കളഞ്ഞല്ലോ ഒഴിഞ്ഞു പൊക്കോളാം. ഞാൻ തന്നെ അതിലേറെ സ്നേഹിക്കുന്നുണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്? എന്ത് ഒഴിഞ്ഞു പോവാന്നോ? അത് സ്നേഹമല്ല, ശിക്ഷയാണ്. ഒരു തെറ്റും ചെയ്യാത്ത എനിക്കുള്ള ശിക്ഷ. ആണെങ്കിൽ ഇനി ആവർത്തിക്കുന്നില്ല, പോരെ? ഞാനൊരു കാര്യം പറഞ്ഞാൽ? പറയാനല്ലേ താൻ വന്നത്, പറഞ്ഞോളൂ. അല്ല, നമുക്ക് തൽക്കാലം ഈ കുഞ്ഞിനെ ആമച്ചേച്ചിക്ക് കൊടുക്കാന്നല്ലേ? ബുദ്ധിമുട്ടാണ്.
സ്വന്തം കുഞ്ഞിനെ സ്വന്താക്കാൻ അത് അങ്ങേന്റെ കുഞ്ഞാണെന്ന് കള്ളം പറഞ്ഞ് നിയമപരമായി അതിനെ ദത്തെടുക്കേണ്ടി വന്ന ഭാഗ്യദോഷിയായ ഒരു അമ്മയാ ഞാനതിന് കൂട്ടുന്ന എന്തുകൊണ്ടാണെന്ന് എനിക്കറിയോ. താനിപ്പോ പറഞ്ഞില്ലേ താൻ എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ തന്നെ സ്നേഹിക്കുന്നില്ല, അതിനുള്ള മറുപടി അത്. ഞാൻ തന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രം, മനസ്സിലാക്കുന്നതുകൊണ്ട് മാത്രം, ഒരിക്കലും തന്നെ നഷ്ടപ്പെടരുതെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു തരംതാണ് എഗ്രിമെന്റിന് കൂട്ടുനിന്നത്. പക്ഷേ ഇനി ഈ കുഞ്ഞിന്റെ പേരില് അരുതാത്ത എന്തെങ്കിലും ഒരു സംസാരം തന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ആദി, എനിക്ക് തീരുമാനങ്ങൾ തിരുത്തേണ്ടി വരും. പൂജ, തന്നെക്കാൾ കൂടുതൽ ഞാൻ എന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നോണ്ടല്ല, താൻ എനിക്ക് തന്ന വാക്ക് പാലിക്കാതെ പോകുന്നോണ്ടാ. സ്നേഹം എന്ന വാക്കിന് പ്രണയം എന്നൊരർത്ഥം മാത്രമല്ല ഉള്ളത്, വിശ്വാസം എന്നുകൂടി ഒരർത്ഥമുണ്ട്. ഞാൻ തന്നെ വിശ്വസിച്ചു, എന്നെക്കാളേറെ. ആ വിശ്വാസം പാലിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്വം. അത് നഷ്ടപ്പെട്ട ഒരാണിന്റെ കൂടെ ജീവിക്കാൻ ആത്മാഭിമാനമുള്ള ഏതൊരു പെണ്ണിനും ബുദ്ധിമുട്ടാവും.